ഹലോ! അങ്ങനെ നമ്മൾ യൂണിറ്റ് 3ൽ ചാപ്റ്റർ 3 എത്തിയിരിക്കുകയാണ്. ദിസ് ഈസ് മൈ ടൗൺ. ഇതൊരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള പോമാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? This is my town. In my town there are streets. In my street there are houses. In my house there are rooms. In my room there's a bed. On the bed there's a basket. In the basket there are some flowers. Flowers in the basket, basket on the bed, bed in the room, room in the house, house in the street, and street in the town. നല്ല പോമാണല്ലേ? എന്തായിരിക്കും ഇതിന്റെ മീനിങ്? ഇത് ഈസി ആയ പോമാണ്. ഇതിന്റെ മീനിങ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ദിസ് ഈസ് മൈ ടൗൺ. ഈ ഒരു ചിത്രത്തിൽ കാണിച്ചതായിരിക്കും ഈ പോയത്തിൽ പറയുന്ന ടൗൺ. ഇൻ മൈ ടൗൺ ദർ ആർ സ്ട്രീറ്റ്സ്. സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ റോഡുകളാണ്. അപ്പൊ ടൗണിൽ എന്തുണ്ട്? സ്ട്രീറ്റ്സ് ഉണ്ട്. ഇൻ മൈ സ്ട്രീറ്റ് ദർ ആർ ഹൗസസ്. സ്ട്രീറ്റ്സിന്റെ സൈഡിലൊക്കെ വീടുകളുണ്ട്. ഇൻ മൈ ഹൗസ് ദർ ആർ റൂംസ്. എൻ്റെ വീട്ടിൽ റൂമുകളുണ്ട്. ആൻഡ് ഇൻ മൈ റൂം ദർസ് എ ബെഡ്. ഓൺ ദ ബെഡ് ദർസ് എ ബാസ്കറ്റ്. ബെഡിൽ ഒരു ബാസ്കറ്റ് ഉണ്ട്. ഇൻ ദ ബാസ്കറ്റ് ദർ ആർ സം ഫ്ലവേഴ്സ്. ബാസ്കറ്റിനുള്ളിൽ എന്താ ഉള്ളത്? ഫ്ലവേഴ്സ്. അപ്പോൾ ഫ്ലവേഴ്സ് ഇൻ ദ ബാസ്കറ്റ്. ബാസ്കറ്റ് എവിടെയാ? ഓൺ ദ ബെഡ്. ബെഡ് എവിടെയാ? ഇൻ ദ റൂം. റൂം എവിടെയാ? ഇൻ ദ ഹൗസ്. ഹൗസ് ഇൻ ദ സ്ട്രീറ്റ്. ആൻഡ് സ്ട്രീറ്റ് ഇൻ ദ ടൗൺ. ഇതേപോലെ നിങ്ങളുടെ ടൗണിനെയും നിങ്ങളുടെ വീടിനെയും ഒക്കെ പറ്റി നിങ്ങൾക്ക് ഒരു ചെറിയ പോം എഴുതി നോക്കാൻ പറ്റുമോ? എഴുതണം. എന്നിട്ട് നല്ല ഈണത്തിൽ പാടിയും നോക്കണം. എക്സസൈസ് നോക്കിയാലോ? സൈറ്റ് വേർഡ്സ്. ഇൻ, ദിസ്, ദാറ്റ്, ദേർ, മൈ. ഈ മീനിങ്സ് ഒക്കെ നമ്മൾ ഇതിനു മുമ്പും പല ചാപ്റ്റേഴ്സിലും പല പ്രാവശ്യം നോക്കിയതാണ്. ഇൻ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെങ്കിലും ഉള്ളിൽ, ദിസ് എന്ന് പറഞ്ഞാൽ ഇത്, ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്, ദേർ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. മൈ, എൻ്റെ. ഫോർ എക്സാമ്പിൾ, ഐ സോ എ ബിഗ് ട്രീ ഇൻ ദ ഗാർഡൻ. എവിടെയാ കണ്ടത്? ഇൻ ദ ഗാർഡൻ. ദിസ് ട്രീ ഹാസ് മെനി ഫ്ലവേഴ്സ്. കണ്ടോ? ഈ ട്രീയിൽ കുറെ പൂക്കളുണ്ട്. ദിസ് ട്രീ. ദാറ്റ് ട്രീ ഓവർ ദേർ ഇസ് ഈവൻ ടോളർ. ദൂരെ വേറൊരു മരം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ദാറ്റ് ട്രീ, അവിടെയുള്ള ട്രീ, ഓവർ ദേർ, അവിടെ, അവിടെയുള്ള ആ ട്രീ ഇസ് ഈവൻ ടോളർ, ഇതിനേക്കാളും വലുതാണ്. ഐ ടുക്ക് മൈ ബുക്ക്. ഞാൻ എൻ്റെ ബുക്കും എടുത്തിട്ട് സാറ്റ് അണ്ടർ ദ ട്രീ. നല്ല കഥയൊക്കെ വായിക്കാൻ വേണ്ടി. അപ്പൊ ഈ സൈറ്റ് വേർഡ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നു മനസ്സിലായല്ലോ? ന്യൂ വേർഡ്സ്. ട്രെയിൻ. ട്രെയിൻ എന്താണെന്നറിയാം. ടൗൺ. ടൗൺ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസ് വെയർ പീപ്പിൾ ലിവ്. സ്മോളർ ദാൻ സിറ്റി ബട്ട് ബിഗർ ദാൻ വില്ലേജ്. വലിയ ടൗൺ അല്ല, എന്നാൽ ഒരു ചെറിയ സിറ്റിയാണ്. കൂടുതൽ ആൾക്കാരൊക്കെ ജീവിക്കുന്ന ഒരു സ്ഥലം. സ്ട്രീറ്റ്. സ്ട്രീറ്റ് നമ്മൾ പറഞ്ഞു, റോഡുകളെയാണ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഹൗസ്, വീട്. ഫ്ലവർ, പൂവ്. ബാസ്കറ്റ്, കൊട്ടകൾ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഈ ഒരു പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലോ അല്ലേ? പോയതിന്റെ റൈറ്റ് സൈഡിൽ. ഈ പിക്ചറിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ദിസ് ഇസ് എ പിക്ചർ ഓഫ് എ ടൗൺ. There are many houses everywhere. The houses are connected by streets. People are doing different things. Kids are playing happily. There are lots of trees all around. ഇനി നമ്മൾ ശരിക്കും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാ ഈ പിക്ചർ ശരിക്കും ഫണ്ണിയാണല്ലേ? എന്താ കാരണം? നോക്കിയേ, പല വീടുകളും നമുക്ക് തോന്നും മരങ്ങളുടെ മുകളിലാണ്. അതേപോലെ റോഡുകളൊക്കെ കണ്ടോ? മരത്തിന്റെ മുകളിൽ ബ്രാഞ്ചിലൂടെയാണ് പോകുന്നത്. ഇവിടെ കണ്ടോ, ചില മീനുകളൊക്കെ ആകാശത്തിലാണോ പറക്കുന്നതെന്ന് നമുക്ക് തോന്നും. അതേപോലെ ഇവിടെ കണ്ടോ, വെള്ളത്തിന്റെ നടുക്കാണ് ആൾക്കാർ ലാഡറൊക്കെ വെച്ച് കയറുന്നത്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചിത്രമാണ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ണി ആയിട്ടുള്ള പല കാര്യങ്ങളും എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾ എന്താണോ കാണുന്നത് അത് അതേപോലെ എഴുതുക. ഓക്കെ? വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ ടൗൺ ഓർ സിറ്റി? നിങ്ങളുടെ സിറ്റിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ടൗണിൻ്റെയോ പേരെന്താണെന്നറിയോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനോട് ചോദിച്ച് മനസ്സിലാക്കണം. വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ സ്ട്രീറ്റ്?
അതെ, നിങ്ങളുടെ തൊട്ട് മുമ്പിലുള്ള റോഡ്, ആ ഒരു റോഡിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് ഏറ്റവും അടുത്തുള്ള ഒരു മെയിൻ സ്ട്രീറ്റിൻ്റെ പേരെന്താണെന്നും നിങ്ങൾ വീട്ടിലുള്ള എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കണം. Form words with the set of letters given in the circle below. Then frame a sentence using that word. ഓക്കെ, ഇവിടെ കുറച്ച് ജംബിൾഡ് ലെറ്റേഴ്സ് ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ടൊരു വേർഡ് ഉണ്ടാക്കണം. ആ വേർഡ് ഉപയോഗിച്ച് ഒരു സെൻറ്റൻസും ഉണ്ടാക്കണം. ഫസ്റ്റ് EBD, ബെഡ്. ഐ സ്ലീപ്പ് ഓൺ മൈ ബെഡ്. ഇങ്ങനെ പറയാല്ലേ? നിങ്ങൾ വേറൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കിയേ. അടുത്തത് MOOR, റൂം. ROOM. മൈ റൂം ഇസ് വെരി ബിഗ്. എൻ്റെ റൂം വളരെ വലുതാണ്. ഇനി WTON, ടൗൺ. TOWN. ദ ടൗൺ ഇസ് വെരി ലവ്ലി. ഇങ്ങനെയൊന്നും എഴുതണമെന്നില്ല. ടൗൺ ഇസ് വെരി ഫാർ ഫ്രം മൈ ഹോം, അല്ലെങ്കിൽ അതേപോലെ എന്ത് വേണമെങ്കിലും എഴുതാം. റൈറ്റ് യുവർ ഹോം അഡ്രസ്. നിങ്ങളുടെ വീട്ടിനൊരു അഡ്രസ്സ് ഉണ്ടാവില്ലേ? എങ്ങനെയാണ് അഡ്രസ്സ് ഉണ്ടാവുക? ആദ്യം നിങ്ങളുടെ വീട്ടിൻ്റെ പേരോ അല്ലെങ്കിൽ വീട്ടിൻ്റെ നമ്പറോ എഴുതണം. അതിനുശേഷം നിങ്ങളുടെ തൊട്ടടുത്ത സ്ട്രീറ്റിൻ്റെ പേര് എഴുതണം. ദെൻ ഏത് ഏരിയയിലാണ് ഈ സ്ട്രീറ്റ് ഉള്ളത് എന്ന് എഴുതണം. പിന്നെ ഈ ഒരു ഏരിയ ഏത് ടൗണിലാണ്, ആൻഡ് ഫൈനലി ഇത് ഏത് സ്റ്റേറ്റിലാണ്, ഏത് കൺട്രിയിലാണ്. ഇങ്ങനെ ഒരു ഓർഡറിൽ എഴുതുന്നതിനാണ് നമ്മൾ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള അഡ്രസ്സ് ഈ ഒരു സ്പേസിൽ എഴുതണം. എല്ലാവരും അവരവരുടെ അഡ്രസ്സൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Listen to your teacher. Your teacher will say one word from each column. Encircle the word you hear in each row. അപ്പോൾ നിങ്ങളുടെ ടീച്ചർ ഈ ഒരു തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഇടയ്ക്ക് ഓരോ പേരുകൾ പറയും. അപ്പം നിങ്ങൾ ഏതാണോ ടീച്ചർ പറയുന്നത് അത് എൻസർക്കിൾ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഹൗസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ഹൗസ് എൻസർക്കിൾ ചെയ്യുക. ഇനി വെൽ ആണ് പറയുന്നതെങ്കിൽ വെൽ കണ്ടുപിടിച്ചിട്ട് എൻസർക്കിൾ ചെയ്യുക. ഇനി അല്ലെങ്കിൽ സ്വിം ആണ് പറയുന്നതെങ്കിൽ സ്വിം എൻസർക്കിൾ ചെയ്യുക. അങ്ങനെ ടീച്ചർ പറയുന്ന വേർഡ് ശ്രദ്ധിച്ച് കേൾക്കുക. അത് ഏതാ വേർഡ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൽ സർക്കിൾ ചെയ്യുക. റീഡ് ദ പോം അഗെയിൻ. Count the number of times you see letter E in it. Write the number here. ഈ ഒരു പോം ഫുള്ളായിട്ട് വായിച്ചു നോക്കുക. ഇതിൽ എവിടെയൊക്കെയാണ് ഈച്ച് ലൈനിൽ നമുക്ക് ഇതാ ഫസ്റ്റ് ഇവിടെ ഇ ഇ ഇ ഒക്കെ വരുന്നല്ലേ. അപ്പം നമുക്ക് ഈ ഈസ് ഒക്കെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഈ ഒരു പോർഷൻ ഞാൻ നിങ്ങൾക്കായിട്ട് ഓപ്പൺ ആയിട്ട് വിട്ടുതരാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു ഇ കൗണ്ട് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം. ഓക്കെ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 46 ആണ്. പക്ഷേ ഐ എം നോട്ട് ഷുവർ വെദർ 46 ഇസ് കറക്റ്റ് ഓർ നോട്ട്. സോ യു ഹാവ് ടു കൗണ്ട് ഇറ്റ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ കമൻറ്റ് ബോക്സ്. ഓക്കെ, നെക്സ്റ്റ് കൗണ്ട് ദ നമ്പർ ഓഫ് ടൈംസ് യു സീ ലെറ്റർ യു. ഇതിപ്പോൾ ഇ ആണ്. ഇനി ലെറ്റർ യു, എവിടെയാണ് യു വരുന്നത്? ഞാൻ നോക്കിയിട്ട് ആകെ 1 2 3 4 യൂസേ കണ്ടുള്ളൂ. അത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഒന്നുകൂടി കൗണ്ട് ചെയ്ത് യു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്? ഇ ഈക്വൽ ടു ഡാഷ് എത്രയാ നമ്പർ എന്ന്, യു ഈക്വൽ ടു ഡാഷ് എത്രയാ നമ്പർ എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, വിച്ച് ലെറ്റർ ഡു യു സീ മോർ നമ്പർ ഓഫ് ടൈംസ്? റൈറ്റ് ദ ആൻസർ ഹിയർ. ഇപ്പം നമ്മൾ കൗണ്ട് ചെയ്തതിനെ വെച്ച് ഇ ആണ് മോർ ദാൻ യു അല്ലേ? അപ്പോൾ നിങ്ങളും കൗണ്ട് ചെയ്തിട്ട് എഴുതുക. Look at the two pictures given below. Can you spot the differences? ഇവിടെ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ടല്ലേ. ഡിഫറൻസസ് സ്പോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതിൽ എത്രയൊക്കെ ഡിഫറൻസസ് ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. നമുക്കൊരു 1-2 ഡിഫറൻസസ് നോക്കാം. ഫസ്റ്റ് കേർട്ടനിൽ എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ബെഡിൽ ഈ ബ്ലൂ കളറുള്ള പില്ലോ അല്ലെങ്കിൽ പില്ലോന് ഇവിടെ മിസ്സിംഗ് ആണ് സെക്കൻഡ് പിക്ചേഴ്സിൽ. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റിൽ ഇവിടെ 5 ഫ്ലവേഴ്സ് ഉണ്ട്, ഇവിടെ 4 ഫ്ലവേഴ്സ് ഉള്ളൂ. ഇനി എന്തൊക്കെ ഡിഫറൻസ് ആണെന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചർ, ആഡ് വാട്ട് എവർ യു തിങ്ക് ഇസ് നീഡഡ് ടു കംപ്ലീറ്റ് ഇറ്റ്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾ കണ്ടില്ലേ, ഇതിൽ ഇനി എന്തൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും? പല കാര്യങ്ങളും ആഡ് ചെയ്യാം അല്ലേ? നിങ്ങൾക്ക് ട്രീസ് ആഡ് ചെയ്യാം, വീടുകൾ ആഡ് ചെയ്യാം, ചെറിയ ചെറിയ പക്ഷികളെ ആഡ് ചെയ്യാം, മൃഗങ്ങളെ ആഡ് ചെയ്യാം, സ്റ്റോൺസ് ആഡ് ചെയ്യാം.
അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ ഒരു പോർഷനിൽ വരച്ച് നല്ല ഭംഗിയായിട്ട് കളർ ചെയ്യണം. Listen to the words that your teacher will read out. Point to the object that represent the word. അപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ ചിലപ്പം ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. എന്നിട്ട് നിങ്ങളോട് ഓരോ വേർഡ്സ് ആയിട്ട് വായിക്കും. എന്നിട്ട് ആ ഒബ്ജക്റ്റ് ഏതാണ്, ഈ ഒബ്ജക്റ്റ് ഏതാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് പോയിന്റ് ചെയ്യണം. ഓക്കെ, ഇത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തിരുന്നോ? അപ്പോൾ ടീച്ചർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോ സാധനങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യുക. Write SH to fill in the blanks. Read the sentences aloud. മുന്നത്തെ ചാപ്റ്ററിലും ഇതേപോലൊരു പോർഷൻ ഉണ്ടായിരുന്നു അല്ലേ? അവിടെ ഈ SHന് പകരം CH ആയിരുന്നു. CH എന്ന് പറഞ്ഞാൽ ച. അപ്പൊ SHോ? SH ആണ് ഷ. CH ച, SH ഷ. The sun is shining today. I am wearing t-shirt and shorts. My father is wearing a new shirt. My grandmother is folding a shawl. My uncle is polishing his shoes. Shining, shorts, shirt, shawl and shoes. ഇത് നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ CH കാണുമ്പോൾ തന്നെ അതിനെ വായിക്കേണ്ടത് ച ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ SH കാണുമ്പോൾ തന്നെ അത് വായിക്കേണ്ടത് ഷ ആണെന്നും മനസ്സിലാക്കണം. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഇതും ചെറിയ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അടുത്ത ചാപ്റ്ററായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.